ഹായ് ഗായ്സ്, സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ്. ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത ഒരു എപ്പിസോഡാണിത്. കാരണം ഇന്നലെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു, അതിൽ ചിലതൊക്കെ ഇന്നും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് ഈ പ്രിയങ്ക നേരെ അവളുടെ ഗോൾഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കണിമംഗലത്ത് വന്നിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ പത്മിനിയാണെങ്കിൽ മുന്നും പിന്നും നോക്കാതെ നേരെ അവൾക്ക് എടുത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ജയഭാരതി മുത്തശ്ശി അവിടെ എത്തിയിട്ട് അങ്ങ് തടയുന്ന ഭാഗത്താണല്ലോ ഇന്നലെ കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് ജയഭാരതി മുത്തശ്ശി ഇവരോട് പറയുന്നുണ്ട്, അല്ല എന്താണ് ഇവിടെ നടക്കുന്നത്, സംഭവം എന്താണ്, ഞാനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള മട്ടിൽ ജയഭാരതി മുത്തശ്ശി കാര്യങ്ങളൊക്കെ ഇവരോട് അന്വേഷിക്കുമ്പോൾ ഇവർ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇവള് സ്വർണം, അവളുടെ വസ്ത്രങ്ങളൊക്കെ ഇവിടെ ബാക്കി ഉണ്ടായിരുന്നതൊക്കെ എടുക്കാൻ വന്നതാണ്, അവളിനി ഇങ്ങോട്ട് തിരിച്ചൊന്നും വരത്തില്ല, അതുകൊണ്ട് ഇവളുടെ എല്ലാ സാധനങ്ങളും തിരിച്ചു കൊടുത്തിട്ട് എല്ലാ ബന്ധങ്ങളും ഒന്ന് അവസാനിപ്പിക്കുക, അതോടുകൂടി ശല്യം തീരുമല്ലോ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ജയഭാരതി മുത്തശ്ശി അങ്ങനെയുള്ള ഒരു എടുത്തു ചാടുന്ന ഒരു ടൈപ്പ് അല്ലാത്തതുകൊണ്ട് തന്നെ ജയഭാരതി മുത്തശ്ശി അറിയുന്നുണ്ട്, അങ്ങനെ ഇവൾ സ്വർണ്ണവും അവളെ വസ്ത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്നില്ല എന്ന് അവളോട് അങ്ങ് തീർത്ത് പറയാണ്. അത് കേട്ട് ഇതുവരെ പ്രിയങ്ക ഭയങ്കര സന്തോഷത്തിൽ നിന്നിരുന്ന ആ പ്രിയങ്കയുടെ മുഖം അങ്ങ് മാറുകയാണ്. കാരണം ആകെ ഉള്ളൊരു പൈസയുടെ സോഴ്സ് എന്ന് പറയുന്നത് അവളുടെ ഈ സ്വർണ്ണമാണ്. അതും കിട്ടിയിട്ടില്ലെങ്കിൽ അവൾക്ക് കേസിന് പോകാനുള്ള വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൾ ഭയങ്കര ടെൻഷൻ ആവുകയാണ്. അപ്പോൾ അതെന്തിനാ, എൻ്റെ സ്വർണ്ണമല്ലേ, എനിക്ക് വേണ്ട എന്നൊക്കെ ഇവളിങ്ങനെ തിരിച്ച് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ പത്മിനി നിനക്ക് കുറച്ചൊന്ന് ചിന്തിച്ചൂടെ, കാരണം നമ്മൾ ഇവളുടെ ആഭരണങ്ങൾ സ്വർണ്ണങ്ങളൊക്കെ തിരിച്ചു കൊടുത്താൽ ഇവൾ കുറച്ച് നേരം കഴിഞ്ഞ് അവളുടെ മുത്തശ്ശിനെ കൊണ്ട് ഇങ്ങോട്ട് വരും, അവളുടെ ആഭരണങ്ങളും സ്വർണ്ണങ്ങളും ഒന്നും തിരിച്ചു തന്നിട്ടില്ല, നമ്മൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. അത് ഒറ്റക്കല്ല, പോലീസുകാരൊക്കെ കൂട്ടി. അങ്ങനെ എങ്ങാനും വന്നാൽ നമ്മൾ എവിടുന്ന സ്വർണ്ണം എടുത്ത് കൊടുക്കുക, അതൊന്ന് ചിന്തിച്ചൂടെ. അതുകൊണ്ട് ഇവൾക്ക് സ്വന്തമായിട്ട് അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, കാരണം അവർ നമ്മൾ ഇവളെ വഴിയിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നതൊന്നുമല്ലല്ലോ, നമ്മൾ കല്യാണം മാന്യമായിട്ട് നടന്ന ഒരു ചതിക്കല്യാണം ആയിരുന്നെങ്കിലും ആളുകളുടെ മുന്നിൽ വെച്ച് നടന്നൊരു കല്യാണമല്ലേ. അപ്പം അതിന് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അച്ഛനും അമ്മയൊക്കെ ഉള്ള സമയത്ത് അവരുടെ മുന്നിലല്ലാതെ ഞങ്ങളിത് തരത്തില്ല എന്ന് പറയുന്നു. ഞാൻ ഇന്നലെ ഊഹിച്ചും ചെയ്തിരുന്നതായിരുന്നു ഈ അച്ഛനോട് ചോദിച്ചിട്ടൊക്കെ കൊണ്ട് കൊടുത്താൽ പോരെ എന്നുള്ളത്. പക്ഷേ നമ്മുടെ ജയഭാരതി മുത്തശ്ശി ആ രീതിയിലൊക്കെ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ജയഭാരതി മുത്തശ്ശി തീർത്ത് പറയുകയാണ്, അച്ഛനും അമ്മയും ഇല്ലാതെ പേരൻസ് ഇല്ലാതെ എന്തായാലും ഈ സ്വർണ്ണം തരില്ല, അഥവാ ഈ കേസിന് പോയാലും ഒരു തെളിവ് വേണ്ടേ, അതുകൊണ്ട് അങ്ങനെ തരത്തില്ല എന്ന് ഇവളോട് തീർത്ത് പറയുമ്പോൾ ഇവൾക്ക് ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ വരികയാണ്. കാരണം ഈ സ്വർണം കൊണ്ടല്ലാതെ അവൾ തിരിച്ചു പോവില്ല എന്ന മട്ടിലാണ് അവളാണെങ്കിൽ അവിടെ നിൽക്കുന്നത്. അപ്പം ജയഭാരതി മുത്തശ്ശി പറഞ്ഞിട്ട്, ഈ സ്വർണ്ണമൊക്കെ കൊണ്ട് അകത്ത് വെക്ക്, എന്തായാലും ഇവൾക്ക് തിരിച്ചു കൊടുക്കാമെന്നുള്ള യാതൊരു ഉദ്ദേശമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ പത്മിനിയുടെ അടുത്ത് നിൽക്കുന്ന കൽപ്പന, ഉർവശി അതൊക്കെ കണ്ടാകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. കാരണം അവർ പുറമേ നോക്കുമ്പോൾ കണിമംഗലത്തുകാരൻ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലെ ഉദ്ദേശം എങ്ങനെയെങ്കിലും ആഭരണങ്ങൾ കൊണ്ട് പ്രിയങ്ക അവിടെ നിന്ന് പോയി കേസ് കൊടുക്കണം എന്നുള്ള മട്ടിലാണ് ഇവർ. പക്ഷേ ഈ ജയഭാരതി മുത്തശ്ശി വന്നത് എന്തായാലും അവർക്ക് അത്ര വലിയ പിടിപ്പൊന്നും പിടിച്ചിട്ടില്ല. അവരുടെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാകും. കാരണം എങ്ങനെയെങ്കിലും ആ ഗോൾഡും കൊണ്ട് അവൾ പോകട്ടെ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ജയഭാരതി മുത്തശ്ശിയുടെ വരവ്. ആ സമയത്ത് ഇവരിങ്ങനെ ചിന്തിച്ചിട്ട് കൽപ്പന പറയുന്നുണ്ട്, അല്ല മുത്തശ്ശി, നമുക്ക് പോലീസുകാരെന്തായാലും ഇവിടെ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇവർക്ക് ഈ സ്വർണം കൊടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചാൽ പോരെ, എന്നാൽ പിന്നെ പോലീസുകാർ വരുമ്പോൾ നമുക്ക് ഇവൾക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു തെളിവായില്ലേ എന്നൊക്കെ അങ്ങനെ ഇവളോട് പറയാണ്. ആ ചോദ്യത്തിൻ്റെ ആ മട്ട് കേട്ടപ്പോൾ തന്നെ ജയഭാരതി മുത്തശ്ശി അവളോട് അങ്ങ് ഷൗട്ട് ചെയ്യാണ്, എന്താ നീയും കൂടിയിട്ടുണ്ട് ഇവളെ കൂടെ, എന്തായാലും ഇവളെ കൂടെ എന്തെങ്കിലും സപ്പോർട്ടിന് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇവളോട് ഇങ്ങനെ കയർത്തങ്ങ് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ പിന്നെ കൽപ്പനയുടെ വായ അങ്ങ് അടയാണ്. അവൾ പറയുന്നുണ്ട്, അയ്യോ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഒരു പണി ഞാൻ തരാം, ഇവളെ അങ്ങ് പിടിച്ച് ഗേറ്റിൻ്റെ വെളിയിൽ തള്ളുക എന്നൊക്കെ ഇങ്ങനെ ഇവളോട് പറയാണ്. അപ്പോൾ ഇവരാദ്യം ഒന്നും അങ്ങനെ മുഖത്തോടെ മുഖം നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ എന്നാ പറയുന്നതൊന്നും കേട്ടില്ലേ, ഇവിടെ കുറച്ച് പിടിച്ചങ്ങ് പുറത്താക്കാൻ എന്നൊക്കെ ഇവരോട് അങ്ങ് ഷൗട്ട് ചെയ്യണം. അപ്പോൾ പിന്നെ ഇവർ മുന്നും പിന്നും നോക്കുന്നില്ല. കാരണം ജയഭാരതി മുത്തശ്ശി പറഞ്ഞാൽ പിന്നെ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നുള്ള നല്ല ധാരണ ഉള്ളതുകൊണ്ട് തന്നെ അവൾ വേഗം പോയിട്ട് ഈ പ്രിയങ്കേനെ പിടിച്ച് വലിക്കണ്. ആ പ്രിയങ്ക ഇങ്ങനെ കൊതറുന്നുണ്ട്. ഒരു ഭാഗത്താണെങ്കിൽ ഉർവശിയും പിടിച്ചിട്ടുണ്ട്, ഒരു ഭാഗത്ത് കൽപ്പനയും പിടിച്ച്, അവർ രണ്ടുപേരും ഗേറ്റിൻ്റെ അങ്ങോട്ട് തള്ളാണ് ഇവളെ. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഗോൾഡും എൻ്റെ വസ്ത്രങ്ങൾ കൊണ്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല, അല്ലാതെ ഞാൻ ഇവിടുന്ന് വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ ഭയങ്കര കൊതറി മാറി അവിടുന്ന് പോകാൻ സമ്മതിക്കുന്നതന്നെയല്ല. പിടിച്ചു വെച്ച് ഗേറ്റിൻ്റെ പുറത്താക്കുന്നവരുടെ ഉദ്ദേശം ഇവൾ പുറത്ത് പോകണ്ട എന്നാണെങ്കിലും അവർ പുറത്ത് ബാക്കിയുള്ളവരൊക്കെ എന്ത് വിചാരിക്കും എന്നുള്ള രീതിയിൽ ഇവളെ പിടിച്ചങ്ങ് പുറത്താക്കുകയാണ്. അപ്പം ജയഭാരതി മുത്തശ്ശി പത്മിനിയോട് പറയുന്നുണ്ട്, പത്മിനി നിനക്കൊന്ന് കുറച്ച് ചിന്തിച്ചൂടെ, ഇവളെ ഒന്നും തീരെ
വിശ്വസിക്കാൻ പാടില്ല. ഇവളും അവളുടെ അമ്മനെയും ഒരു കാലത്തും വിശ്വസിക്കാൻ പാടില്ല. നമ്മളൊരു വിശന്ന് വലഞ്ഞ് കിടക്കുന്ന ഒരു നായക്ക് വെള്ളം കൊടുത്താൽ പോലും അതൊന്ന് വാലാട്ടി നന്ദിയെങ്കിൽ കാണിക്കുക, അതുപോലെ ഇവൾ കാണിക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ജയഭാരതി മുത്തശ്ശി നന്നായിട്ട് പത്മിനിയോട് ഇങ്ങനെ വഴക്കൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പത്മിനി പറഞ്ഞിട്ട് ഞാൻ അത്രക്കൊന്നും ചിന്തിച്ചില്ല മുത്തശ്ശി, ഞാൻ വിചാരിച്ചത് അവളുടെ ആ സ്വർണ്ണങ്ങളും ആഭരണങ്ങളും എല്ലാം അങ്ങ് തിരിച്ചു കൊടുത്താൽ പിന്നെ ഈ ശല്യം അങ്ങ് തീർന്നു കിട്ടുമല്ലോ എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ ഇത്രക്കൊന്നും ചിന്തിച്ചില്ല എന്നൊക്കെ ഈ പത്മിനി പറയുന്നുണ്ട്. അപ്പം ജയഭാരതി മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് അവളെയും കൂടി പോവുകയാണ്. പക്ഷെ ആ അകത്ത് കയറി പോകുന്ന സമയത്ത് തന്നെ ഈ പ്രിയങ്ക ഇവളെ പിടിച്ചങ്ങ് കൊണ്ടുപോവുകയാണ് ഗേറ്റിൻ്റെ അടുത്ത്. അവരെ അടുത്തുനിന്നൊക്കെ കൊതറി മാറാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവളെ ആ ഗേറ്റിൻ്റെ പുറത്ത് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഇവരകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവൾക്കാണെങ്കിൽ അവിടെ ഇരുന്നിട്ടൊരു നിക്കപ്പുറത്തേയും കിട്ടുന്നില്ല. കാരണം എങ്ങനെയെങ്കിലും ആ സ്വർണ്ണം കിട്ടാതെ പോകാൻ പറ്റത്തില്ല എന്ന് പ്രിയങ്കയ്ക്ക് നന്നായിട്ട് അറിയാം. കാരണം വേറെ അവർക്കൊരു പൈസ കിട്ടാനൊരു സോഴ്സും ഇല്ല. അച്ഛൻ എന്തായാലും തരത്തില്ല എന്നങ്ങ് തീർത്ത് പറഞ്ഞതുകൊണ്ട് ഇവൾ ആ സ്വർണ്ണം ഇല്ലാതെ തിരിച്ചു പോവില്ല എന്നുള്ളൊരു കണ്ടീഷനിൽ ശപഥം ചെയ്ത് ആ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ആ കോടതി വളപ്പിൽ നമ്മുടെ സുകുമാരി മുത്തശ്ശി ആ സ്വർണം സ്വർണത്തിൻ്റെ കമ്മൽ വിറ്റ് ആ പൈസ ഒക്കെ കൊണ്ട് എത്തിയിരിക്കുകയാണ്. പക്ഷെ അതൊക്കെ നമ്മുടെ ഈ ആരതി കണ്ടിട്ടുണ്ട്. അപ്പോൾ ആരതി മെല്ലെ ആ വക്കീലിനെ ഒന്ന് അപ്രോച്ച് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ വക്കീലിനോട് ഇങ്ങനെ ഒരു കേസിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഈ കേസിൻ്റെ ഓരോ ഗതികളെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരാൾ വന്നിട്ട് ഒരു ഗസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഓക്കെ സോറി എന്നൊക്കെ ഇങ്ങനെ ആരതിനോട് സോറി പറയുന്നുണ്ട്. കാരണം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരാൾ വരുമല്ലേ. അപ്പോൾ ആരതി ഇറ്റ്സ് ഓക്കെ, ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ, നമ്മുടെ കേസ് കാര്യത്തിൽ ഇങ്ങനെ ഓരോരുത്തർ കയറി വരും എന്നൊക്കെയാണ് എന്തായാലും ആരതി പറയുന്നത്. എന്നിട്ട് ആരതി പെട്ടെന്ന് അയാളുടെ ആ റൂമിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ വേഗം ആ വാതിലിൻ്റെ അടുത്തേക്ക് പോയിട്ട് നോക്കുമ്പോൾ ഈ സുകുമാരി മുത്തശ്ശി ആയിരിക്കും. അപ്പോൾ സുകുമാരി മുത്തശ്ശിനെ കൊണ്ട് ഇയാൾ അയാളുടെ ക്യാബിനിൽ വരികയാണ്. ക്യാബിനിൽ വന്നിട്ട് സുകുമാരി മുത്തശ്ശി അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ആരതി അപ്പുറത്ത് ഇരുന്നൊക്കെ കാണുകയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി ആ പൈസ കൊടുക്കുമ്പോൾ ഈ വക്കീലാണെങ്കിൽ ഒരു പൈസക്ക് ആർത്തിയുള്ള ഒരാളാണ്. എങ്ങനെയെങ്കിലും പൈസ നന്നായിട്ട് ആളുകളുടെ അടുത്ത് നിന്ന് വാങ്ങണം. അത് ഫിനാൻഷ്യലി പാവപ്പെട്ടവരാണെങ്കിലും റിച്ച് ആയിട്ടുള്ള ആരായാലും അയാൾക്ക് നല്ല പൈസ കിട്ടണം എന്നുള്ളൊരു ക്യാരക്ടറുള്ള ഒരു വക്കീലിൻ്റെ അടുത്തേക്കാണ് ഈ സുകുമാരി മുത്തശ്ശി പോയത്. കണ്ടെത്തിയതൊക്കെ ഒരു അത്രയും പണത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നൊരു വൃത്തികെട്ടൊരു അഡ്വക്കേറ്റാണെന്നൊക്കെ പറയാം. അപ്പോൾ ഇയാളിങ്ങനെ എണ്ണി നോക്കിയിട്ട് ഇത്ര എമൗണ്ട് അല്ലല്ല ഞാൻ പറഞ്ഞിരുന്നത് എന്നൊക്കെ അങ്ങനെ സുകുമാരി മുത്തശ്ശിനോട് പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി അറിയിട്ട് ഇപ്പോൾ ഇതൊരു അഡ്വാൻസ് ആയിട്ട് വെച്ചോളൂ, ബാക്കി എന്തായാലും ഞാൻ തരാം. കാരണം പ്രിയങ്ക കണിമംഗലത്തേക്ക് പോയിട്ടുണ്ട് അവളുടെ ആഭരണങ്ങളൊക്കെ എടുക്കാൻ. അപ്പോൾ ആഭരണം എടുത്ത് വിറ്റ് കിട്ടിയിട്ട് അതിൻ്റെ ബാക്കി പൈസയൊക്കെ തരാം എന്നൊക്കെ ഇങ്ങനെ പറയണം. അതൊക്കെ നമ്മുടെ ആരതി കേൾക്കണം. അപ്പം മിക്കവാറും ആരതി അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ എടുക്കുന്നത് നമുക്ക് അപ്പം തന്നെ ഉറപ്പിക്കാമല്ലോ. അപ്പോൾ എന്തായാലും ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ ജാതികനെ ആ കണിമംഗലത്തിൽ നിന്ന് പുറത്താക്കണം സർ, കാരണം എന്തെങ്കിലും ചെയ്തിട്ട് അവരുടെ ജീവിതം അങ്ങ് തകർക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അവൾ കണിമംഗലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പ്രിയങ്ക വീട്ടിലേക്ക് കയറണം, അതിനുവേണ്ടി എന്തും ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഈ അഡ്വക്കേറ്റിനോട് ഇങ്ങനെ പറയുമ്പോൾ ഈ അഡ്വക്കേറ്റ് ഉറപ്പ് കൊടുക്കണം. കാരണം അയാൾക്ക് പൈസ കിട്ടിയാൽ മതി, കേസ് എന്തായാലും വേണ്ടിയില്ല, ആർക്കാണെങ്കിലും ഒന്നും വേണ്ടിയില്ല, അയാൾക്ക് കൃത്യമായിട്ട് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ എന്തും ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരോട് ഇങ്ങനെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി ഉറപ്പ് കൊടുക്കുകയാണ്. സ്വർണം കിട്ടി വിറ്റ് അപ്പം തന്നെ ക്യാഷ് തരും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഈ സുകുമാരി മുത്തശ്ശി അങ്ങ് പോവുകയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി പോയി കഴിഞ്ഞതിന് ശേഷം ആരതി അഡ്വക്കേറ്റിൻ്റെ അടുത്തൊക്കെ വരികയാണ്. അപ്പോൾ അഡ്വക്കേറ്റ് സോറി പറയുന്നുണ്ട്, കാരണം ക്ലയൻ്റ് ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരും ഇങ്ങനെ പറയുന്നുണ്ട് ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നേരെ ആരതി പുറത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ രാധികക്കും വരുന്നതിനും വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ രാധികക്ക് ഫോൺ റിങ് ചെയ്യുമ്പോൾ ഇവരിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആരതിയുടെ കോള് വരുന്നത്. അപ്പോൾ ആരതിയുടെ കോള് വരുമ്പോൾ രാധിക പെട്ടെന്ന് ഫോൺ എടുക്കുന്നൊക്കെ ഉണ്ട്. ആരതി ചേച്ചിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ എടുക്കുന്നത്. അപ്പം ഫോൺ എടുത്ത് കഴിഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കാണ്. അപ്പോൾ ആരതി പറയുന്നുണ്ട് അതെ നീ ഇപ്പോൾ എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്, കാറിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ആരതി കാര്യങ്ങൾ നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്. നിൻ്റെ മുത്തശ്ശി ഇവിടെ വന്നിരുന്നതെന്നും മുത്തശ്ശി ഒരു അഡ്വക്കേറ്റിനെ കണ്ടിരുന്നതെന്നും, ആ അഡ്വക്കേറ്റ് ആണെങ്കിൽ പണത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നൊരു അഡ്വക്കേറ്റാണ്, അയാൾ പൈസക്ക് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കും. അതുകൊണ്ട് ആ അഡ്വക്കേറ്റിനെയാണ് അവർ കണ്ടത്. അവർ പൈസ കൊടുത്ത് കണ്ട് നിങ്ങൾ 2 പേർക്കും എതിരെ കേസ് കൊടുക്കാനൊക്കെയാണ് പോകുന്നത്. നിങ്ങൾ ഡിവോഴ്സ് ചെയ്യിപ്പിച്ച് എങ്ങനെയെങ്കിലും പ്രിയങ്ക ആ വീട്ടിൽ കയറി പറ്റണം എന്നുള്ള ഉദ്ദേശത്തിലൊക്കെയാണ് അവരിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ
പ്രിയങ്ക നേരെ കണിമംഗലത്ത് ഇപ്പോൾ പോയിട്ടുണ്ടാകും അവളുടെ ആഭരണങ്ങൾ എന്തൊക്കെ എടുക്കാൻ. അത് എന്തിനാണെന്ന് വെച്ചാൽ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല, ആ വക്കീലിന് കൊടുക്കാനുള്ള പണത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കണിമംഗലത്ത് പോയിട്ട് ആ സംഭവം നിങ്ങൾ തടയുക തന്നെ വേണം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാകും എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയാണ്. അപ്പോൾ രാധിക അതൊക്കെ കേട്ട് ഓക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യാണ്. അപ്പം ഫോൺ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വരുണിൻ്റെ ഫോണിലേക്ക് നമ്മുടെ ജയഭാരതി മുത്തശ്ശി വിളിച്ചിട്ട് അവിടെ നടന്ന സംഭവങ്ങൾ ഇങ്ങനെ പറയാണ്. അപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്ക ഇങ്ങോട്ട് വന്നിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വരുൺ പറഞ്ഞു പ്രിയങ്ക അവിടെ വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ രാധിക ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. രാധികക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ട്, എന്തിനാണ് അവൾ അവിടെ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ രാധികക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം ആരതി കൃത്യമായിട്ട് എല്ലാ സംഭവങ്ങളും രാധികനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രാധികയാണെങ്കിൽ അത് വരുണിനോട് പറയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ജയഭാരതി മുത്തശ്ശി വിളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവനോട് ആ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ വരുൺ അറിയിട്ട് എന്തിനാണ് അവൾ അവിടെ വന്നത് എന്നൊക്കെ പറയുമ്പോൾ ജയഭാരതി മുത്തശ്ശി അവരോട് പറയുന്നുണ്ട് അവളുടെ സ്വർണ്ണ ആഭരണങ്ങളും വസ്ത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെ അമ്മ എന്തായാലും ഫോൺ എടുക്കാൻ നേരത്തെ ഞാൻ തടഞ്ഞിട്ടുണ്ട്. കാരണം എന്തെങ്കിലും കാര്യത്തിൽ അവർ കേസ് കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമ്മൾ പെട്ടുപോകില്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജയഭാരതി മുത്തശ്ശി പറയാണ്. പോരാത്തതിന് അവൾ പുറത്തിരുന്ന് അവിടെ നിരാഹാരം കിടക്കുകയാണ്, അവിടെ ആ ആഭരണം ഇല്ലാതെ ഇവിടുന്ന് പോകത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ വരും പറയുന്നത് സാരല്ല മുത്തശ്ശി ഞങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് രാധികനോട് കാര്യങ്ങളൊക്കെ പറയണം. മുത്തശ്ശി എന്താ പറഞ്ഞത് എന്നുള്ളത്, കാരണം പ്രിയങ്ക അവിടെ ഉണ്ട്, അവൾ ആഭരണം എടുക്കാൻ വന്നതാണെന്നുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ അവളോട് പറയുമ്പോൾ തന്നെ രാധികക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട് അവൾ എന്തുദ്ദേശത്തിലാണ് അവിടെ വന്നിട്ടുള്ളത് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം, അവളെ ഇനി ഞാൻ എല്ലാ കാര്യത്തിലും ക്ഷമിച്ച പോലെ ഇനി ഞാൻ ക്ഷമിക്കില്ല. എൻ്റെ ക്ഷമമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, കാരണം ഞാൻ ഒരുപാട് സഹിച്ചു, ഇനി അവൾക്ക് വേണ്ടി ഞാൻ ഒരു കാര്യത്തിലും സഹിക്കില്ല, വാ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തിരിച്ചു പോകണ്. പക്ഷെ ആ സമയത്താണെങ്കിൽ പ്രിയങ്ക അവിടെ ഗേറ്റിൻ്റെ പുറത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, ഒന്നും നടക്കത്തില്ല, അവർ വന്നിട്ട് എന്തായാലും ആ ആഭരണങ്ങളൊന്നും അവൾക്ക് തിരിച്ചു കൊടുക്കാനും പോകുന്നില്ല. അപ്പോൾ വീട്ടിലേക്ക് കയറി അറ്റാക്ക് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അത് എടുത്ത് പോരുക എന്നുള്ള ഒരു കണ്ടീഷനിൽ എത്താണ് പ്രിയങ്ക. അവൾ നേരെ അങ്ങ് കണിമംഗലത്തിൻ്റെ ഗേറ്റ് തുറന്ന് അങ്ങ് കയറി പോകാണ്. പക്ഷെ വീട്ടിലാണെങ്കിൽ അവിടെ ഹാളിൽ നമ്മുടെ ജയഭാരതി മുത്തശ്ശിയും പത്മിനിയുണ്ട്, പിന്നെ കൽപ്പന ഉർവശിയുണ്ട്. ഇവരിങ്ങനെ സംസാരിക്കുകയാണ്, അവൾക്ക് എന്തെങ്കിലുമൊക്കെ വിശന്ന് പട്ടിണിയായി ചത്തുപോയാലോ എന്നൊക്കെ ഇങ്ങനെ പത്മിനിക്ക് ചെറിയൊരു സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ടെങ്കിലും പത്മിനിയോട് ജയഭാരതി മുത്തശ്ശി പറഞ്ഞിട്ട് അവരോടൊന്നും ഒരു അനുകമ്പയും കാണിക്കരുത്, എനിക്ക് ഇത്രയും പഠിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പത്മിനിയോട് ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പത്മിനി ഓരോന്ന് പറയുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെ നിരാഹാരം ചെയ്ത ആളുകളൊക്കെ കാണില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജയഭാരതി മുത്തശ്ശി അറിയുന്നുണ്ട് ഇനി എങ്ങോട്ടാണ് നാണം കെടാൻ, കാരണം നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നാട്ടിലെ എല്ലാവർക്കും അറിയാം, അവർക്കൊക്കെ പറഞ്ഞു പറിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അറിയാം, എന്തൊക്കെ ഇവിടെ നടക്കുന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് തന്നെ, അതൊന്നും യാതൊരു കുഴപ്പമില്ല, നാട്ടുകാരെ അറിഞ്ഞു വിചാരിച്ചു ഒരു പുല്ലുമില്ല എന്നൊക്കെയാണ് ജയഭാരതി മുത്തശ്ശി പറയുന്നത്. അപ്പം ആ സമയത്തുണ്ടാവും ഒരു ശബ്ദം കേട്ട് ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ പിറകിൽ തന്നെ നമ്മുടെ പ്രിയങ്ക. അവൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ സ്വർണ്ണം എടുത്തിട്ട് ഇവിടുന്ന് ഇറങ്ങത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സ്വർണ്ണപ്പെട്ടി നമ്മുടെ പത്മിനിയുടെ കയ്യിലാണ്. അപ്പം പത്മിനിയോട് പറയുന്നുണ്ട് നീ വേഗം പോയിട്ട് ആ സ്വർണ്ണം ഒന്ന് എടുത്ത് വെച്ച് റൂമിലേക്ക് ഇതവിടെ പിടിച്ച് നിൽക്കട്ടെ, എന്തായാലും അവൾക്ക് തിരിച്ച് കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പത്മിനിയോട് ആ സ്വർണ്ണം തിരിച്ച് അലമാരയെ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് ജയഭാരതി മുത്തശ്ശി കൽപ്പിക്കാണ്. അപ്പോൾ കൽപ്പിക്കുന്ന സമയത്ത് തന്നെ ജയഭാരതി മുത്തശ്ശിയുടെ മുന്നിലൂടെ തന്നെ ഈ പത്മിനി ഇങ്ങനെ പോകുന്ന സമയത്ത് പ്രിയങ്ക അങ്ങ് കയറി അതൊക്കെ തട്ടിപ്പറിക്കാൻ നോക്കുകയാണ്. ഞാനിതും കൊണ്ടേ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെട്ടി എടുത്ത് വലിക്കുകയാണ്. അപ്പോൾ പിന്നെ അവിടെ ഒരു പിടിവലി കൂടുകയാണ്. അപ്പം പത്മിനി ഇങ്ങോട്ട് വലിക്കുന്നുണ്ട് അങ്ങോട്ട് വലിക്കുന്നുണ്ട്. അപ്പോൾ ഈ പിടിവലിയൊക്കെ നോക്കി നിൽക്കുകയാണ് ഉർവശിയും കൽപ്പന. അവർക്ക് ഇങ്ങനെ ചെറിയൊരു സന്തോഷമൊക്കെ വരുന്നത് എങ്ങനെയെങ്കിലൊക്കെ അവൾ അത് കൊണ്ടുപോയിരുന്നെങ്കിൽ എന്നുള്ള മട്ടിൽ ഇവർ നോക്കി നിൽക്കുകയാണ്. അതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല, പത്മിനെ സപ്പോർട്ട് ചെയ്തൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ജയഭാരതി മുത്തശ്ശി അവിടെ നിന്നിട്ട് അങ്ങ് കലിപ്പ് കയറുകയാണ്. നിങ്ങൾ രണ്ടുപേരും എന്ത് നോക്കിയാണ് നിൽക്കുന്നത്, പെട്ടെന്ന് പെട്ടി അങ്ങ് പിടിച്ച് വാങ്ങാനും സഹായിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവർ കൂടെയാണ്. അവർ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെങ്കിലും അവർ പുറത്ത് വെറുതെ ഇങ്ങനെ ആക്ഷൻ കാണിച്ച് ഇങ്ങനെ പെട്ടി വലിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം പെട്ടി വലി കൂടി ആ പെട്ടി പ്രിയങ്കയുടെ കയ്യിലെത്താണ്. അപ്പോൾ ഇവൾക്ക് പ്രിയങ്കയുടെ കയ്യിൽ ആ പെട്ടി എത്തുമ്പോൾ അവൾ തിരിച്ചങ്ങ് ഓടും. ഓടുന്ന
ഓടുന്ന സമയത്ത് അവൾ കാല് തെന്നി വീണു, ആ പെട്ടിയിലുള്ള ആഭരണമൊക്കെ തെറിച്ച് വീണൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ ധൃതിയിൽ ആ ആഭരണങ്ങളൊക്കെ എടുക്കുന്ന സമയത്തും എനിക്ക് ഇത് കാര്യത്തിൽ ചിരി വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവൾ ഈ പെട്ടിയിൽ നിന്ന് ഗോൾഡൊക്കെ ഇങ്ങനെ തെറിച്ച് വീണതൊക്കെ ഇങ്ങനെ തിരിച്ചെടുക്കുകയാണ്. ആ തിരിച്ചെടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക, അല്ലാതെ ആ പെട്ടി എടുത്ത് ഓടാനോ അല്ലെങ്കിൽ ആഭരണം തെന്നി വീണതൊക്കെ പെറുക്കി ഓടാനോ ആരും ഒന്നും നോക്കുന്നില്ല. അവർ അങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കെന്തോ ഇവരെന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നതൊക്കെ ഇങ്ങനെ വിചാരിച്ചു. കാരണം ആ സമയം തന്നെ അവർക്ക് യൂട്ടിലൈസ് ചെയ്ത് ആ പെട്ടിയും കൊണ്ട് ഓടാലോ. അപ്പോൾ അവരങ്ങനെ നിൽക്കുന്നതൊക്കെ ഉണ്ട്. അവസാനം എന്തായാലും പ്രിയങ്ക ആ സ്വർണ്ണമൊക്കെ ആ പെട്ടിയിലാക്കി തിരിച്ച് ഓടി വീടിൻ്റെ മുറ്റത്ത് അങ്ങ് എത്തിയിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് എത്തിയിരിക്കുന്ന സമയത്തുണ്ട് നമ്മുടെ വരണ രാധിക അവർ കാറെല്ലാം അങ്ങനെ തിരിച്ചെത്താണ്. അപ്പോൾ ഇവർ ഗേറ്റും ഡോറും തുറന്ന് കാറിൻ്റെ പുറത്തിറങ്ങി നിൽക്കുന്നത് കാണുന്ന കാഴ്ച തന്നെ ഇതാ പ്രിയങ്ക സ്വർണ്ണപ്പെട്ടി പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അവൾ ഓടാൻ നിൽക്കുന്ന ആ ഒരു സീനാണ് ഇവർ കാണുന്നത് തന്നെ. അപ്പോൾ പിന്നെ രാധിക ആ സീന് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കലിപ്പ് വരികയാണ്. രാധിക നേരെ ഓടി വരികയാണ് പ്രിയങ്കയുടെ അടുത്തേക്ക്. പ്രിയങ്ക ആകെ പെട്ടല്ലോ എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. കാരണം ഇവരെന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകായിരുന്നു എന്നുള്ള മട്ടിലാണ് പ്രിയങ്ക നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ രാധിക നേരെ ഓടിപ്പോയിട്ട് അവളുടെ കവിളിൽ ഒരു അടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അടി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര അടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇവൾ അങ്ങ് ഒരു സൈഡിലേക്ക് അങ്ങ് ചാഞ്ഞ് വീഴാണ്. കാരണം അമ്മാതിരി അടിയാണ് പ്രിയങ്കനെ ഈ രാധിക അടിച്ചത്. എന്നിട്ട് രാധിക ആ പെട്ടി അങ്ങ് വാങ്ങാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഇനി മതിയായില്ലേ ഓരോന്ന് ചെയ്ത് കൂട്ടിയിട്ട്, നിന്നെക്കൊണ്ട് വല്ലാത്ത ശല്യമാണ്, എന്നെ ജീവിക്കാൻ സമ്മതിക്കണം, ജീവിക്കാൻ തന്നെ മറന്നു പോയിരിക്കണം ഇവരെ ശല്യം കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയങ്കനെ നന്നായിട്ട് വായിക്ക് പറഞ്ഞിട്ടുണ്ട്. നീ മുത്തശ്ശി നീ വീടിൻ്റെ പടി ചവിട്ടാൻ പാടില്ല, അതുകൊണ്ട് തന്നെ ഇറങ്ങി പോടി എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവളങ്ങ് അവിടെ കിടന്ന് അധിക്ഷേപിക്കാണ്. അപ്പോൾ ഇവളിങ്ങനെ പോകുന്ന സമയത്ത് വരുണ് എന്തായാലും ഇവളങ്ങനെ ഒരു പുച്ഛത്തിൽ ഇങ്ങനെ ഒരു ചിരിക്കുകയാണ്. കാരണം നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു അർത്ഥത്തിലാണ് വരുണ് അവളോട് ചിരിക്കുന്നത് തന്നെ. ആ സമയത്ത് പ്രിയങ്കക്കും ഇങ്ങനെ ദേഷ്യം വന്ന് അവൾ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പിന്നെ ആരതി നേരെ ശ്യാമയുടെ അടുത്ത് പോയിട്ട് സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു കേസ് കൊടുക്കാൻ പോവുകയാണെന്നും ഈ രാധികക്കും വരുണിനും എതിരെ ആണ് കേസ്, അവളെ എങ്ങനെയെങ്കിലും ഡിവോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് ഈ പ്രിയങ്കയ്ക്ക് അവിടെ കയറി പറ്റണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അവർ കേസ് കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അവർ സെലക്ട് ചെയ്ത അഡ്വക്കേറ്റിനെ പറ്റിയൊക്കെ ഈ ആരതി നമ്മുടെ ശ്യാമനോട് പറയുന്നുണ്ട്. അവർ പണത്തിന് വേണ്ടി എന്ത് ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ എന്ത് വൃത്തികേടും പണം കിട്ടിയാലും അയാൾ ചെയ്ത് തീർക്കും, അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അല്ല നമ്മുടെ രാധിമോൾക്ക് അവർ കേസ് കൊടുത്തു എന്ന് വിചാരിച്ച് പ്രത്യേകിച്ചൊന്നും സംഭവിക്കൊന്നുമില്ലല്ലോ എന്ന് ആരതിനോട് ചോദിക്കുന്ന സമയത്ത് ആരതി പറയുന്നുണ്ട്, അവർക്ക് സംഭവിക്കുക അതൊരു വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കും എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ അങ്ങ് ഞെട്ടാണ്. കാരണം ഇതുവരെ അനുഭവിച്ച് ഇനിയും അനുഭവിക്കാനൊന്നും വയ്യ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ശ്യാമ. അപ്പോൾ ശ്യാമ അങ്ങനെ പറയുന്നുണ്ട്, നീ എന്തിനാ എന്നെ അങ്ങനെ പേടിപ്പിക്കുന്നത് ആരതി, ഞാൻ നിന്നെ വിളിപ്പിച്ച് എന്നെ കുറച്ച് സമാധാനത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ആരതി പറയുന്നുണ്ട്, ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, കേസിൻ്റെ ഒരു വശം പറഞ്ഞതാണ്. കാരണം ഈ ഭാര്യ എന്ന് പറയുന്നത് പ്രിയങ്കയാണ്. പ്രിയങ്ക വരുണിൻ്റെ ഭാര്യ നിയമപരമായിട്ടാണല്ലോ. അപ്പോൾ നിയമപരമായിട്ട് നീങ്ങിയാൽ അവരുടെ ഭാഗത്തായിരിക്കും അനുകൂലം. ഈ കേസ് അവരുടെ അനുകൂലമായിട്ട് തന്നെ പോകാനാണ് ചാൻസ്. പക്ഷെ നമ്മൾ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം. അവരെ കേസിൽ തോൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. കാരണം ഇങ്ങനെ പോകുകയാണെങ്കിൽ അവരായിരിക്കും കേസിൽ ജയിക്കുക. ഭാര്യനെ പുറത്താക്കിയിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ എന്തായാലും പ്രിയങ്കയ്ക്ക് അനുകൂലമായിട്ട് അവർക്ക് കണിമംഗലത്ത് കയറേണ്ടി വരും. പക്ഷെ നമ്മൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം അമൃതേടത്തെയും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ കേസിൻ്റെ വശങ്ങളൊന്നും ഒന്നും അറിയില്ല, നീ തന്നെ എല്ലാം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ആരതി പറഞ്ഞിട്ട് അതിന് ഞാൻ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഈ കേസിൽ രാധിക തന്നെ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം എന്നൊക്കെ അങ്ങനെ അവരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആരതി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിയമപരമായിട്ട് പ്രിയങ്കയാണ് വരുണിൻ്റെ ഭാര്യ എന്നും അവരുടെ ചേച്ചിയെ പിന്നെ അവനെ കല്യാണം കഴിച്ച് അവിടെ വീട്ടിലാക്കിയതായതുകൊണ്ടും നിയമപരമായി പ്രിയങ്ക ആയതുകൊണ്ടും ഈ കേസ് എന്തെങ്കിലും അവർ ഫയൽ ചെയ്യുകയാണെങ്കിൽ കോടതി വിധി വരുന്നത് തന്നെ നേരെ അവളെ കണിമംഗലത്തേക്ക് കയറ്റാനായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് എഗെയിൻസ്റ്റായിട്ട് അതിനെതിരെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നത്, അത് കണ്ടെത്തിയിട്ടില്ലെങ്കിലായിരിക്കും രാധികയുടെ ജീവിതം ആപത്തിലാവുന്നത്. അപ്പോൾ അത് സംഭവിക്കാതിരിക്കുന്നതിൻ്റെ മുന്നേ അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഒരു പ്രൂഫ്
ഉറപ്പായിട്ട് നമ്മൾ കണ്ടെത്താതെ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും, ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ഇവർ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ശ്യാമക്കാണെങ്കിൽ ആകെ ടെൻഷനായിരിക്കുകയാണ്. മകളുടെ ജീവിതം ഇനി എന്താകും എന്നുള്ള രീതിയിലാണ് ശ്യാമ അങ്ങനെ നിൽക്കുന്നത് തന്നെ. അപ്പോൾ ഇവർ ഭയങ്കര ടെൻഷനാകുന്നുണ്ടെങ്കിലും നമ്മുടെ ആരതി നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ടെൻഷനാകുന്നു വേണ്ട, ഞാൻ കൂടെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഒരു രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ രാത്രി സമയത്ത് നമ്മുടെ ശ്യാമ ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ. ശ്യാമ ഓൾറെഡി കാണുന്ന സ്വപ്നം തന്നെ നമ്മുടെ രാധികയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും നെഗറ്റീവ് സ്വപ്നം കണ്ട് പേടിക്കുന്നതാണല്ലോ രാധികയുടെ അല്ല ശ്യാമയുടെ സ്ഥിരം സ്വഭാവം. അതുപോലെ തന്നെ ഇതുപോലൊരു സ്വഭാവം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അവളിങ്ങനെ സ്വപ്നം കാണുന്നത്, പക്ഷേ രാധികേനെ അവർക്ക് നഷ്ടപ്പെട്ട, അവളുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ട ആ ഒരു സംഭവമാണ് കാണുന്നത്. അവരിങ്ങനെ ആ ഒരു പഴയ കാഴ്ചകളൊക്കെ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ്. ശ്യാമ ഹസ്ബൻഡിനെ ഇങ്ങോട്ട് ഇങ്ങനെ പോകുമ്പോൾ കുറേ വില്ലന്മാരൊക്കെ വന്നിട്ട് അവർ കുഞ്ഞിനെ തട്ടിപ്പറിക്കാൻ നോക്കുന്നതും ഇവരുടെ ഹസ്ബൻഡിനെ വെട്ടി കൊല്ലുന്നതും. അപ്പോൾ ഹസ്ബൻഡ് വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ഓടിപ്പോയിക്കോളൂ, നീ രക്ഷപ്പെടുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവർ പോകാതെ അവിടെ ഇങ്ങനെ സ്വപ്നം കാണാൻ ആ കുഞ്ഞിനെ ചെയ്ത് പിടിച്ച കാര്യങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ശ്യാമ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവുന്ന ഒരു വാക്കാണുണ്ടല്ലോ ഈ സീരിയൽ അവസാനിച്ചത്. അപ്പോൾ എനിക്ക് ആ സീരിയൽ കാണുമ്പോൾ ശ്യാമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പാവാണ് തോന്നുന്നത്. കാരണം അത്രയും സ്പെഷ്യലായിട്ട് ഒരു കുഞ്ഞിനെ കിട്ടി അത് നഷ്ടപ്പെട്ടിട്ട് കുഞ്ഞിനാണെങ്കിൽ അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞ അമ്മ അത്രയും വെറുത്തിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ശ്യാമയ്ക്ക് ഈ അതിനോട് തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് കഴിയും, അതുകൊണ്ട് കഴിയും, അത്ര മതി. അപ്പോൾ ഒത്തിരി കഴിയും വേണം കേട്ടോ. പക്ഷെ എന്തായാലും ശ്യാമ പറയാനുള്ള കഴിവ് കാണിക്കുന്നില്ല. അപ്പോൾ ഇനിയും പ്രശ്നം ഉണ്ടെങ്കിൽ പറയട്ടോ. അറിയാമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഈ കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ ശ്യാമ കാര്യങ്ങൾ പറയാനുള്ള ചാൻസ് ഇല്ല. ഇതാണ് അതിൻ്റെ രൂപത്തിൽ നമ്മുടെ മകളുടെ അടുത്ത് നിൽക്കാനുള്ള ആ ഒരു നെഞ്ചും കൂടി പോകുകയാണെന്ന് അറിയില്ല. പക്ഷെ ബെഡിൻ്റെ കാണാൻ കുഴപ്പമില്ലല്ലോ, എന്നാലും ബെഡ് വേണ്ട, ബെഡ് കാണാൻ അത്ര കുഴപ്പമില്ല. ആ സീനകത്ത് മേലത്തെ വരലും നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് സാമാനം